ഞാൻ ഡോക്ടർ ജെനിഫർ ലിസ സ്കിൻക്ലിനിക്. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്തത് സ്കാർ ട്രീറ്റ്മെന്റ്സ് അഥവാ കരളിന്റെയും കുഴികളുടെ ചികിത്സയ്ക്കായി നമ്മൾ ക്ലിനിക്കിൽ പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ലോകോത്തര നിലവാരമുള്ള CO2 ലേസറിനെ പറ്റിയിട്ടാണ്. അതാണ് ഡെക്ക സ്മാർട്ട് സേഫ് ഉള്ളോ. ഞാനിതുവരെ നമ്മൾ ലിസ ക്ലിനിക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളും ചികിത്സാ രീതികളും, അത് സ്കിൻ കെയറിന്റെ കാര്യത്തിലായാലും ഹെയർ ട്രീറ്റ്മെന്റ്സിന്റെ കാര്യത്തിലായാലും ബോഡി ട്രീറ്റ്മെന്റ്സിന്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പുതിയ CO2 ഇപ്പോൾ ക്ലിനിക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഈ CO2 ട്രീറ്റ്മെന്റ് പ്രത്യേകത? CO2 ലേസർ പലർക്കും സുപരിചിതമായിരിക്കുമല്ലോ, പലരും മുഖത്തൊരു കുഴികൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ നോർമലി ഒരു CO2 ലേസർ 1 മില്ലിമീറ്റർ മാത്രം ആഴത്തിലെ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് കൂടുതൽ ആഴമുള്ള കരകൾ ചികിത്സിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ കൂടുതൽ എനർജിയിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ സൈഡ് എഫക്ട്സ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷെ ഡെക്ക CO2 എന്താണെന്ന് വെച്ചാൽ 4 to 6 മില്ലിമീറ്റർ വരെ ആഴത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച് കൂടുതൽ കടുപ്പമുള്ള കരകളും ആഴത്തിലുള്ള കരകളും നമുക്ക് ചികിത്സിക്കാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മൾ പൊടിയ പാടുകൾ, നമുക്ക് എത്രത്തോളം നമ്മുടെ കോൺഫിഡൻസ് കിട്ടിയെന്നാണ് പൊള്ളലേറ്റ പാടുകൾ, അതേപോലെ ആക്സിഡന്റ് വന്ന സ്കാറുകൾ, സർജറി ചെയ്ത സ്കാറുകൾ, ആഴമുള്ള മുഖത്തുരു കരകൾ, കീലോടുകൾ, സ്ട്രെച്ച് മാർക്സ്, അതുപോലെ മുഖത്തുള്ള മറുകൾ, മറ്റു പാടുകൾ, ഇതൊക്കെ നമുക്ക് വളരെ എഫക്റ്റീവായി ഈ ലേസർ വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ഇത്ര ആഴത്തിൽ പോകുമ്പോൾ ഇതിന്റെ സൈഡ് എഫക്ട്സ് വരുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതൊരു പ്രത്യേക ടെക്നോളജി, സ്മാർട്ട് സ്റ്റാക്ക് ടെക്നോളജി യൂസ് ചെയ്തിട്ട് ആഴത്തിൽ പോകുമ്പോൾ പോലും സൈഡ് എഫക്ട്സ് ഇല്ലാതെ എഫക്റ്റീവായ ട്രീറ്റ്മെന്റ് ഡെലിവർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ട്രീറ്റ്മെന്റ് ഏറ്റവും വലിയ പ്രത്യേകത. അത് നമുക്കൊരു ബ്ലെസ്സിംഗ് ആയി എല്ലാത്തരം കലകളും നമുക്ക് ഇത് വെച്ച് ചികിത്സിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സ്കാറിന്റെ ചികിത്സയ്ക്ക് നമ്മൾ സ്കാർ ക്ലിനിക്കിൽ തന്നെ നമ്മൾ ഡിസൈൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ മൾട്ടിപ്പിൾ മൊഡാലിറ്റികൾ, പലതരം ചികിത്സകൾ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. അതായത് നമ്മൾ ഈ സ്കാറിന് യൂസ് ചെയ്യുന്ന ലേസർ മെഷീൻസും അതിന്റെ കൂടെ നമ്മൾ എക്സോസോം ട്രീറ്റ്മെന്റ്, ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് എക്സോസോം. അത് നമ്മുടെ കോശങ്ങളുടെ പ്രവർത്തനത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. അത് ചെയ്യുമ്പോൾ CO2 കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുന്ന റിസൾട്ട്സ് കൂടുതൽ ബെറ്റർ ആവുകയാണ്. അതേപോലെ നമുക്ക് ഫൈബ്രിൻ തെറാപ്പി, മറ്റുള്ള ലേസർ മെഷീനുകൾ, MNR, പ്ലാസ്മ പെൻ, ഡെർമ പെൻ, ഇങ്ങനെ മൾട്ടിപ്പിൾ ട്രീറ്റ്മെന്റ്സ് യോജിപ്പിച്ചിട്ടാണ് നമ്മൾ സ്കാറുകളുടെ തെറാപ്പി ചെയ്യുക. അത് ഓരോരുത്തരുടെ മുഖത്തിന്റെ കലകളും അത് ശരീരഭാഗത്തുള്ള കലകളും നോക്കി അവർക്ക് ഏറ്റവും അനുയോജ്യമായ ചികിത്സകൾ തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ സ്കാർ ട്രീറ്റ്മെന്റ്സ് നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് ഏറ്റവും ആവശ്യമായത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചികിത്സയിലുള്ള വിശ്വാസമാണ്. കാരണം നമ്മൾ ഒരു പ്രാവശ്യം ഒരു മുഴ എടുത്ത് കളയുന്നതല്ല നമ്മൾ സ്കാർ ചികിത്സിക്കുക. അതിന്റെ മൾട്ടിപ്പിൾ സെറ്റിംഗ് ആവശ്യമായി വരും. നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജൻസിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ചലഞ്ചിങ് ആയതുമാണ് സ്കാർ ട്രീറ്റ്മെന്റ്. കാരണം എന്താ വെച്ചാൽ ഓരോ കലകളും നമുക്ക് ഡിഫറെന്റ് ആണ്. ഓരോരുത്തരുടെ മുഖത്തുള്ള കുഴികളുടെ ഓരോ തരം കുഴികളുണ്ടാവും. അതേപോലെ ആക്സിഡന്റ് പല തരത്തിലുള്ള കലകളായിരിക്കും. അപ്പൊ നമുക്കത് കൂടുതൽ സെഷൻസ് നമുക്ക് വേണ്ടി വരും. മൾട്ടിപ്പിൾ തെറാപ്പീസ് കമ്പൈൻ ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങളുടെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് പ്രദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ മെഷീൻ നമ്മൾ സ്കാർ ട്രീറ്റ്മെന്റ്സിന് മാത്രമല്ല സ്കിൻ റെഗുലേഷന് വേണ്ടി യൂസ് ചെയ്യാം. അതിനായിട്ട് പേറ്റന്റഡ് ആയിട്ട് കൂൾ പീൽ ടെക്നോളജി ഉണ്ട്. അത് നമുക്ക് സ്കിൻ റെഗുലേഷൻ, സ്കിന്നിന്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ, ഓപ്പൺ പോർസ് കുറയ്ക്കാൻ, ഫൈൻ ലൈൻസ് കുറയ്ക്കാൻ വേണ്ടി, അതേപോലെ മുഖത്തുള്ള കറുത്ത പാടുകൾ, കണ്ടടങ്ങിലുള്ള കറുപ്പ്, ചുണ്ടിന്റെ കറുപ്പ്, കഴുത്തിലുള്ള കറുത്ത പാടുകൾ, അതുപോലെ ശരീരഭാഗം കക്ഷത്തിലുള്ള കറുപ്പ്, ഇതിനൊക്കെ നമുക്ക് ഈ കൂൾ പീൽ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യാം. ഈ കൂൾ പീൽ അതിന്റെ കൂടെ എക്സോസോംസും കമ്പൈൻ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ഇഫക്റ്റീവായ റിസൾട്ട് ലഭിക്കുന്നതാണ്. ചുരുക്കി പറയാം, നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ്. നമ്മുടെ സ്കാർ എന്ന ആളുകൾക്ക് സ്കാറിന്റെ ഏരിയയിൽ കൂടുതൽ നമുക്ക് സ്കാർ കൊണ്ട് ചെയ്യും, ബാക്കിയുള്ള ഏരിയയിൽ നമുക്ക് കൂട്ടി ചെയ്യും. ഒരു ഫുൾ ഫേസ് റെഗുലേഷൻ നമുക്ക് ഈ ട്രീറ്റ്മെന്റിനോട് ലഭിക്കുന്നതാണ്. താങ്ക് യു.